ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണമാണ്. മൊത്തം 25 പേർക്കാണ് പരിക്ക്. രണ്ടുപേരും മെഡിക്കൽ കോളേജ്, രണ്ടുപേര് ജനറൽ ഹോസ്പിറ്റൽ. പ്രൈവറ്റിലും ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 2 പേരുണ്ട്. 2 പേര് ദേവി ഹോസ്പിറ്റലിൽ, പിന്നെ പക്ഷേ ഈ ഇവിടുത്തെ ലിസ്റ്റിലുള്ളത് 18 പേര്. അപ്പോൾ ഈ ദേവി ഹോസ്പിറ്റലിലും മറ്റും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ടോട്ടൽ 25 പേര് വരും. ശരി, ഇനിയും ഉണ്ടാകാം. നമ്മൾ അത് കണക്കുകൾ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കാര്യം എല്ലായിടത്തും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. നാളെ വരെ ഇനിയിപ്പോൾ ചെറിയ ഇതായിട്ടൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ കൗൺസിലിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് സംജമാക്കിയിട്ടുണ്ട്. അതേപോലെ പെർമനൻ്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം, നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. അത് മാത്രമല്ലാതെ വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും. അതൊരു കേസ് ഇല്ല, ജസ്റ്റ് അറേഞ്ച് ആയിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമാക്കാം. ഓക്കെ താങ്ക് യു. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്രത്തോളം ശേഖരിച്ചു വെച്ചത്, വെടിക്കെട്ടുണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഉഗ്രസ്ഫോടനമായിരുന്നു, അതിലൊരു മരണമുണ്ട്. ആകെ പരിക്കേറ്റത് 25 പേർക്കാണ്. 18 പേർ സർക്കാർ ആശുപത്രികളിലുണ്ട്, 7 പേർ സ്വകാര്യ ആശുപത്രിയിലാണ്. മെഡിക്കൽ കോളേജിലുള്ള ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരമായി ഇപ്പോൾ തുടരുന്നത്.